സലീം കുമാറിന്റെ മരണവീട്ടിൽ സംഭവിച്ചതെന്ത്? മലയാളിയുടെ നിത്യജീവിതത്തിലേക്ക് ചിരിയുടെയും കൗണ്ടറുകളുടെയും വലിയൊരു വസന്തം തുറന്നുവിട്ട വടക്കൻ പരവൂരിലെ പ്രശസ്തമായ ലാഫിംഗ് വില്ലയിൽ ഇനി ആ പ്രിയനാദം ഉയരില്ല. സലീം കുമാർ ഇനി ഒരു ഓർമ്മ. മലയാളിയെ സ്വയം മറന്ന് ചിരിപ്പിക്കാൻ നടൻ സലീം കുമാർ ഇനിയില്ല. ഹാസ്യ നടൻ എന്നതിനപ്പുറം സ്വാഭാവികമായ അഭിനയത്തിലൂടെ ഓസ്കാർ നോമിനേഷന് വരെ എത്തിയ അഭിനയ മികവ്, ദേശീയ പുരസ്കാരത്തിന് വരെ അർഹനായ സലീം കുമാർ 56-ാമത്തെ വയസ്സിൽ ഈ ലോകത്തിന്റെ പ്രകാശത്തിൽ നിന്ന് ഇരുട്ടിന്റെ ലോകത്തിലേക്ക് ഒറ്റയ്ക്ക് യാത്രയായി. ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ വരെ മലയാളിയെ നാണം കെടുത്തിക്കൊണ്ട് ചർച്ചയാകുന്ന ഒന്നാണ് പ്രിയ നടൻ സലീം കുമാറിന്റെ മരണാനന്തര ചടങ്ങുകളിൽ അരങ്ങേറിയ നിർഭാഗ്യമായ സംഭവങ്ങൾ. സലീം കുമാറിന്റെ മരണാനന്തര ചടങ്ങുകൾക്കിടയിൽ ക്യാമറകളുമായി തള്ളിക്കയറിയ മാധ്യമ പ്രവർത്തകരോട് മാറി നിൽക്കാൻ അദ്ദേഹത്തിന്റെ മകന് ആക്രോശിക്കേണ്ടി വന്ന അവസ്ഥ തികച്ചും വേദനാജനകമാണ്. സ്വന്തം പിതാവിന്റെ ഭൗതിക ശരീരത്തിനരികിലിരുന്ന് ഹൃദയം പൊട്ടിക്കരയാൻ പോലും ഒരു മകന് മറ്റുള്ളവരോട് യാചിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ ശബ്ദമുയർത്തേണ്ടി വരികയോ ചെയ്യുന്നത് എത്ര വലിയ ഗതികേടാണ്. പ്രിയപ്പെട്ടവന്റെ വേർപാടിൽ തകർന്നിരിക്കുന്ന ഒരു കുടുംബത്തിന് ഒരൽപ്പം സ്വകാര്യത പോലും നൽകാതെ ക്യാമറകൾ മുഖത്തേക്ക് നീട്ടിയപ്പോൾ സലീം കുമാറിന്റെ മൂത്ത മകൻ ചന്തുവിന് നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. എവിടെയും ഇടിച്ചു കയറി പണം സമ്പാദിക്കാനുള്ള ആഗ്രഹവുമായി ഒരു ഫോണും ട്രൈപോഡും കയ്യിലേന്തി രാവിലെ തൊഴിലിനിറങ്ങുന്ന സോഷ്യൽ മീഡിയ തൊഴിലാളികൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. വ്യൂസിനു വേണ്ടി മൃതദേഹത്തെ പോലും വിൽക്കുന്ന മനുഷ്യ ജീവിതങ്ങളിൽ ഇടപെടാൻ, അവരുടെ ഇമോഷനെ കച്ചവടം ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമില്ല. ജീവിച്ചിരുന്ന ശ്രീനിവാസനെ വേണ്ടതിനും വേണ്ടാത്തതിനും ട്രോളിയ ധ്യാൻ ശ്രീനിവാസൻ വലിഞ്ഞു കയറി വന്ന ഏതോ ഒരുത്തൻ ശ്രീനിവാസന്റെ മരണാനന്തര ചടങ്ങിനെ കുറിച്ചുള്ള തീരുമാനങ്ങൾക്കെതിരെ പ്രവർത്തിച്ചപ്പോഴും ഒരക്ഷരം മിണ്ടാതെ കരഞ്ഞും കുഴഞ്ഞും നിന്ന ചിത്രം നാം കണ്ടതാണ്. ധ്യാൻ കൊടുക്കുമെന്ന് കരുതിയ അടി ചന്തു കൊടുത്തു. ചന്തു സലീം കുമാറിന്റെ മകനാണ്. അവനിൽ സലീം കുമാറിന്റെ ധൈര്യവും ഇച്ഛാശക്തിയും കണ്ടു. ഒരു പ്രത്യേകതരം സ്പിരിറ്റാണത്. അച്ഛൻ ആർജിച്ച് പകർന്നു നൽകിയ അനുഭവ കാഴ്ചകളുടെ കരുത്താണത്. മലയാള സിനിമയിൽ തുടക്കക്കാരനാണ് ചന്തു സലീം. വേണമെങ്കിൽ സിനിമയിലെ ഭാവിയോർത്ത് ശ്രീനിവാസന്റെ മക്കളെ പോലെ കലിപ്പുള്ളപ്പോഴും മൗനം പാലിക്കാം. തീയുണ്ട പോലുള്ള നിലപാടുകൾ കൊണ്ട് ചലച്ചിത്ര രാഷ്ട്രീയ വേദികളെ ഒരുപോലെ ചൂട് പിടിപ്പിച്ച സലീം കുമാറിന്റെ മകനാണ് ചന്തു. മാറാനാ പറഞ്ഞത്, ബാക്കിലേക്ക് മാറാനാ പറഞ്ഞത്. ഈ വാക്കുകളിൽ ഒരു മകന്റെ ദേഷ്യം മാത്രമല്ല ഉണ്ടായിരുന്നത്. സ്വന്തം അച്ഛനെ അവസാനമായി യാത്രയയക്കാൻ പോലും സമാധാനം കിട്ടാത്ത ഒരു കുടുംബത്തിന്റെ നിസ്സഹായതയും വേദനയും ഉണ്ടായിരുന്നു. ഒരു മരണം സംഭവിക്കുമ്പോൾ ആ വീട്ടിൽ അതൊരു വാർത്തയല്ല ഉണ്ടാകുന്നത്, ഒരു നഷ്ടമാണ് ഉണ്ടാകുന്നത്. ക്യാമറയ്ക്ക് മുന്നിൽ കാണുന്ന ഒരു ദൃശ്യമല്ലത്, ഒരു കുടുംബത്തിന്റെ ഹൃദയം തകർന്നു കിടക്കുന്ന നിമിഷമാണ്. ഇന്നത്തെ ചില ബ്ലോഗർമാർക്കും കണ്ടന്റ് വേട്ടക്കാർക്കും അതൊന്നും വിഷയമല്ല. കണ്ണീരിലും വേദനയിൽ പോലും വ്യൂസും റീച്ചും മാത്രം കാണുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. മരണവീട്ടിലെത്തുന്ന ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മുഖത്തേക്ക് മൈക്ക് കുത്തിക്കയറ്റി എന്താണ് പറയാനുള്ളത്, അവസാനമായി കണ്ടത് എപ്പോഴാണ്, അവസാനമായി പറഞ്ഞ കോമഡി ഓർമ്മയുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ സ്വകാര്യ ദുഃഖത്തെ പൊതു കാഴ്ചയാക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തനമല്ല, അത് മനുഷ്യത്വമില്ലായ്മയാണ്. സലീം കുമാറിന്റെ മകൻ ഇത് പ്രതികരിച്ചത് വർഷങ്ങളായി പലരും പല കുടുംബങ്ങളിലും ഉള്ളിലൊതുക്കിയിരുന്ന അസഹ്യതയുടെയും അപമാനത്തോടും കൂടിയ പ്രതികരണമാണത്. പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുന്നവർക്ക് വേണ്ടത് ക്യാമറകളുടെ വ്യൂ ഫൈൻഡറിലൂടെയുള്ള കാഴ്ചകളല്ല, മറിച്ച് ശാന്തതയാണ്. മൈക്കുകളല്ല, മറിച്ച് മാന്യതയാണ്. ചോദ്യങ്ങളല്ല, കുറച്ച് കരുതലാണ്. ഒരു മനുഷ്യന്റെ അവസാന യാത്ര പോലും ചിലർക്ക് കണ്ടന്റായി മാറുന്ന കാലത്ത് മാറി നിൽക്കൂ എന്ന് പറയേണ്ടി വരുന്നത് യഥാർത്ഥത്തിൽ ആ കുടുംബത്തിന്റെ പരാജയമല്ല, നമ്മുടെ സമൂഹത്തിന്റെ പരാജയമാണ്. മരണം ഒരു വാർത്തയായിരിക്കാം, പക്ഷേ ഒരാളുടെ ദുഃഖം ഒരിക്കലും ഒരു വിനോദ വസ്തുവാക്കരുത്. അത്രയെങ്കിലും മനുഷ്യത്വം ഇനി ബാക്കിയുണ്ടാകണം. ഇന്ന് സലീം കുമാറിന്റെ മകനിൽ നിന്നുണ്ടായത് സഹികെട്ടവരിൽ നിന്നും ഉണ്ടാകുന്ന താക്കീതാണ്. ഇനി ഇത് മറ്റൊരു തരത്തിലാവാതിരിക്കാൻ മരണം പോലും വിറ്റ് ജീവിക്കുന്ന മാധ്യമങ്ങളും മറ്റ് ഓൺലൈൻ ശിങ്കിടികളും ഓർക്കുന്നത് നന്നായിരിക്കും.
മനുഷ്യന്റെ സ്വകാര്യതയ്ക്കും അവകാശങ്ങൾക്കും മുകളിലല്ല ഒരു മാധ്യമവും. 1997 സുകുമാരൻ മരിച്ചപ്പോൾ അവിടെ ഓടിക്കൂടിയ ജനങ്ങൾ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കണ്ടപ്പോൾ ആർപ്പ് വിളിക്കുന്നത് കണ്ട് പൃഥ്വിരാജ് ചോദിച്ചു, എന്താ ഇവർ ഇങ്ങനെയെന്ന്. 30 വർഷങ്ങളാകാൻ പോകുന്നു, എന്നിട്ടും ഒരു മാറ്റവുമില്ല. മരണത്തിൽ പോലും കുടുംബത്തിന് സ്വകാര്യത നൽകാത്ത ഈ മാധ്യമക്കൂട്ടങ്ങൾ മൊബൈൽ ഫോണും തൂക്കി വീഡിയോ പിടിക്കാൻ നടക്കുന്നവർക്ക് എന്നുണ്ടാകും വകതിരിവ്? മാധ്യമ സ്വാതന്ത്ര്യം എന്നാൽ എന്ത് തോന്നിയവാസവും കാണിക്കുവാനുള്ള ലൈസൻസ് അല്ലെന്ന് ഇത്തരം ചാനലുകൾ തിരിച്ചറിയണം. ഡിജിറ്റൽ റേറ്റിംഗും ലൈക്കും വ്യൂസും വാർത്താ പ്രാധാന്യവും മാത്രം ലക്ഷ്യമിട്ട് ദൃശ്യ ഓൺലൈൻ മാധ്യമങ്ങൾ കാട്ടിക്കൂട്ടുന്ന അതിരുകടന്ന പ്രവണതകൾ അങ്ങേയറ്റം അപലപനീയമാണ്. സെലിബ്രിറ്റികളുടെ മരണ വീടുകളിലേക്ക് മൊബൈലുമായി വീഡിയോ എടുക്കാൻ, ചിത്രീകരിക്കാൻ വരുന്ന ഓൺലൈൻ മാധ്യമങ്ങളെ കയറ്റരുത്. മരണ വീട്ടിലെത്തുന്ന സെലിബ്രിറ്റികളുടെ മുഖം കാണാനും കുണ്ടി കാണിക്കാനും മാത്രമാണ് ഇവന്മാർ വരുന്നത്. സെലിബ്രിറ്റികളുടെ മരണം റിപ്പോർട്ട് ചെയ്യാൻ സാറ്റലൈറ്റ് മാധ്യമങ്ങളും ദൃശ്യ മാധ്യമങ്ങളുമുണ്ട്. അവർ അത് ഭംഗിയായി നിർവഹിക്കുന്നുമുണ്ട്. കാരണം അത് മാധ്യമ പ്രവർത്തനമാണ്. ഒരു മരണ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ കാണിക്കേണ്ട സാമാന്യ മര്യാദകൾ പോലും കാണിക്കാതെ ഒരു സീരിയലിലോ സിനിമയിലോ മുഖം കാണിച്ചവരുടെ വീഡിയോ, അത് സ്ത്രീയാണെങ്കിൽ അവരുടെ അനുവാദം പോലും ചോദിക്കാതെ അവരുടെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഇവന്മാർ എന്താണ് ചെയ്തു കൂട്ടുന്നത്? സലീം കുമാറിന്റെ മകൻ അത്രയും വൈകാരികമായി പറഞ്ഞതിന് യാതൊരു കുറ്റവുമില്ല. മലയാളികളുടെ ട്രോൾ സാമ്രാജ്യത്തിലെ രാജാവ് ചിരിപ്പിക്കുക മാത്രമല്ല ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതായിരുന്നു സലീം കുമാറിന്റെ ഹാസ്യശൈലി. ശരീരഭാഷ കൊണ്ടും ഡയലോഗ് ഡെലിവറി കൊണ്ടും അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ മലയാളികളുടെ മനസ്സിൽ ഒടുങ്ങാത്ത ചിരിയായി ഇന്നും നിലനിൽക്കും. മായാവിയിലെ കണ്ണൻ സ്രാങ്, തെങ്കാശിപ്പട്ടണം എന്ന ചിത്രത്തിലെ കണ്ണപ്പൻ, കല്യാണരാമൻ എന്ന ചിത്രത്തിലെ പ്യാരി, പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിലെ മണവാളൻ തുടങ്ങിയ കഥാപാത്രങ്ങൾ തിയേറ്ററുകളിൽ സൃഷ്ടിച്ച ചിരിപൂരം ചെറുതല്ല. മലയാളിയുടെ നിത്യജീവിതത്തിലെ ട്രോളുകളായും കൗണ്ടറുകളായും ഇന്നും സജീവമായി നിലനിൽക്കുന്ന ആ കണ്ണൻ സ്രാങ്ക് ഇനി ഓർമ്മകളിലേക്ക് മായുകയാണ്. വെറുമൊരു ഹാസ്യ നടനായി കരിയർ ആരംഭിച്ച് പിന്നീട് ഒരേ സമയം തിയേറ്ററുകളെ ഇളക്കിമറിക്കുന്ന വിസ്മയമായും മറുപുറത്ത് നായകന്മാരെ പോലും നിഷ്പ്രഭമാക്കുന്ന സ്വഭാവ നടനായും അദ്ദേഹം സ്വയം അടയാളപ്പെടുത്തി. മിമിക്രിയുടെ വേദിയിൽ നിന്ന് ദേശീയ പുരസ്കാരത്തിന്റെ നെറുകയിലേക്ക് എത്തി. അഭിനയത്തിന് പുറമെ കറുത്ത ജൂതൻ, ദൈവമേ കൈത്തൊഴാം, കേക്കുമാറാകണം എന്നിങ്ങനെ ചിത്രങ്ങളിലൂടെ സംവിധായകനായും നിർമ്മാതാവായും അദ്ദേഹം ചലച്ചിത്ര രംഗത്ത് തന്റെ സർഗാത്മക സാന്നിധ്യം അറിയിച്ചു. മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരവും സ്വന്തമാക്കിയ അദ്ദേഹം സിനിമയെ അത്രമേൽ ആഴത്തിൽ സ്നേഹിച്ച സാംസ്കാരിക വ്യക്തിത്വമായിരുന്നു. ഒടുവിൽ ചിരിയുടെയും ചിന്തയുടെയും ഒരു വലിയ അധ്യായം അവസാനിപ്പിച്ച് സലീം കുമാർ മടങ്ങുകയാണ്. മലയാളികളെ പതിറ്റാണ്ടുകളോളം ചിരിപ്പിച്ച സലീം കുമാർ വെള്ളിത്തിരയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ക്യാമ്പസുകളെ പൂരപ്പറമ്പാക്കിയ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. എറണാകുളം മഹാരാജാസ് കോളേജിൽ അദ്ദേഹത്തിന്റെ 5 വർഷ BA കാലഘട്ടം ഒരു സിനിമാ കഥയേക്കാൾ രസകരമാണ്. യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ മിമിക്രി, മൈം, മോണോ ആക്ട് എന്നിവയിലെല്ലാം സമ്മാനങ്ങളും പോയിന്റുകളും വാരിക്കൂട്ടി അയലത്തെ സെന്റ് തെരേസസ് കോളേജിനെ പോലും തറപറ്റിച്ച് മഹാരാജാസിന് തുടർച്ചയായി കലാകിരീടം നേടിക്കൊടുത്ത അനിശ്ചിത നേതാവായിരുന്നു സലീം കുമാർ. സലീം കുമാർ ഇല്ലെങ്കിൽ മഹാരാജാസ് ഇല്ല എന്ന അവസ്ഥയായിരുന്നു അന്ന്. ജീവിതം ചിലപ്പോഴൊക്കെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായിരിക്കുമ്പോഴും തളരരുത് രാമൻകുട്ടി, തളരരുത് എന്ന് സ്വയം കരുതി മുന്നോട്ടു പോകുന്ന ഓരോ മലയാളിക്കും സലീം കുമാറിന്റെ മരണം തീരാത്ത നഷ്ടമാണ്. ഇനിയെങ്കിലും മരണ വീടുകളിലെയും ശവസംസ്കാര ചടങ്ങുകളിലെയും ക്യാമറകളുടെ അതിപ്രസരത്തിന് കൃത്യമായ നിയമപരമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. താങ്ങാനാവാത്ത വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബത്തെ സമാധാനത്തോടെ ദുഃഖിക്കാൻ അനുവദിക്കുക എന്നത് മാധ്യമങ്ങൾ പുലർത്തേണ്ട ഏറ്റവും കുറഞ്ഞ മര്യാദയാണ്.